ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബോക്സ് ഫുട്ബോൾ. വയ്യെന്ന് വെച്ചാൽ കളി കണ്ടിട്ട് വയ്യാതായതല്ല. എനിക്ക് ആക്ച്വലി പനിയും ജലദോഷമൊക്കെയാണ്. അപ്പോൾ ആദ്യം ഡിസ്ക്ലെയിമർ, ശബ്ദമൊക്കെ കുറവായിരിക്കും, മൂക്കൊക്കെ അടഞ്ഞിട്ടാണുള്ളത്. സോ ബെയർ വിത്ത് മീ. കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് പറയണമെന്ന് അറിയില്ല, മിക്സഡ് ഇമോഷൻസ് ആണ്. ഒബ്വിയസ്ലി ഡിസപ്പോയിൻറ്റഡ് ആണ്. പോയിൻ്റൊന്നും കിട്ടിയില്ല, വിച്ച് മീൻസ് ഒരു പോയിൻ്റ് കിട്ടി, പക്ഷെ അഗ്രഗേറ്റ് ചെയ്തെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. നമ്മുടെ ഹോമിലുള്ള 3 കളികളെന്ന് വെച്ചാൽ എവർട്ടൺ, വെസ്റ്റ് ഹാം, ബോൺമത്ത്. ഒരു 7 പോയിൻ്റെങ്കിലും കിട്ടേണ്ട 9 പോയിൻ്റ് നമ്മൾ ആകെപ്പാടെ 2 പോയിൻ്റാണ് എടുത്തത്. ആൻഡ് ദ വേ വി പ്ലേഡ് ഓൾ ദീസ് 3 ഗെയിംസും എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. പക്ഷേ എവർട്ടണും വെസ്റ്റ് ഹാമും പോലത്തെ വൃത്തികെട്ട കളിയൊന്നും അല്ലായിരുന്നു. മോശമില്ലാത്ത രീതിയിൽ കളിച്ചു. ആക്ച്വലി നമ്മൾ ആഴ്സണലിൻ്റെ അത്ര ഗോൾ ഈ സീസണിൽ അടിച്ചു. നമ്മളിപ്പോൾ സെക്കൻഡ് ടോപ്പ് ഗോൾ സ്കോഡിൽ നമ്മളിപ്പോൾ ഉണ്ട്. പക്ഷേ എവിടെയാണ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്സണൽ വഴങ്ങിയ ഗോളിനേക്കാൾ ഇരട്ടി നമ്മൾ വഴങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല 26 ഗോൾ നമ്മൾ വഴങ്ങി, 30 അടിച്ചെങ്കിൽ 26 വഴങ്ങി. ഫുൾഹാമും പിന്നെ ലാസ്റ്റ് കിടക്കുന്ന 4 ടീം ലീഡ്സ്, എനിക്ക് തോന്നുന്നു ലീഡ്സ്, വെസ്റ്റ് ഹാം, വൂൾസ്, നോട്ടിംഗ്ഹാമാണെന്ന് തോന്നുന്നു. ഈ 4 ടീമും ഫുൾഹാമിനൊപ്പമാണ്. ആക്ച്വലി ഈ 4 ടീം മാത്രമാണ്, താഴെയുള്ള 4 ടീം മാത്രമാണ് നമ്മളെക്കാളും ഗോൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാവരും നമ്മളെക്കാളും കുറവാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലിയർലി ഒരു കാര്യം മനസ്സിലായല്ലോ, ഗോൾ അടിക്കുന്നതല്ല നമ്മുടെ പ്രശ്നം. ഗോൾ അടിക്കുന്നത് നമ്മുടെ പ്രശ്നം വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊസഷൻ നമ്മുടെ തന്നിട്ട് ലോ ബ്ലോക്ക് ഇടുമ്പോൾ നമുക്ക് ഗോൾ അടിക്കുന്നത് എപ്പോഴും പ്രശ്നമാണ്. പക്ഷേ നമ്മൾ കൂടുതൽ ഈ കൗണ്ടർ അല്ലെങ്കിൽ ഈ ട്രാൻസിഷൻ, കുറേ സ്പേസ് വരുന്ന അല്ലെങ്കിൽ ഹൈലൈൻ കളിക്കുന്ന ടീമുകളുടെ കൂടെ നമ്മൾ ഗോൾ അടിക്കുന്നതിൽ, ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു പിശുക്കും കാണിക്കാത്ത ടീമാണ്. പക്ഷേ എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും ഞാൻ വൈകിയെങ്കിലും വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകപ്പാടെ സമയപരിമിതി കാരണം കാണാൻ പറ്റുന്ന കളി എന്ന് വെച്ചാൽ യുണൈറ്റഡ് ആണ്. അപ്പോൾ അതെങ്കിലും ചെയ്യാമെന്നുള്ള രീതി വരുന്നത്. പക്ഷേ ടെക്നിക്കലി സ്പീക്കിംഗ് എനിക്ക് എല്ലാ കളിയിലും ഒരേ രീതിയിലേ പറയാൻ തോന്നുള്ളൂ. ഈ ബ്രൂണോനെ മിഡ് ഇടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ടെക്നിക്കലി അത് അവസാനം വന്നു കയറുന്ന ബ്രൂണോ ഒരു പ്രോബ്ലം എന്നുള്ള രീതിയിലാണ്. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോ പറയുന്ന പോലെ, ബ്രൂണോ എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് നമ്പർ 10 ആണ്. ഇൻ ദ വേൾഡ് ഞാൻ റേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു നമ്പർ 10 ആണ് ബ്രൂണോ ഫെർണാണ്ടസ്. അങ്ങനെ ഒരാളെ പിടിച്ച് മിഡിലിട്ടിട്ട് എന്നിട്ട് അയാൾ നമ്പേഴ്സ് ഇടുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ എന്താ പ്രശ്നം വെച്ചാൽ, പുള്ളി മുന്നോട്ട് പോകും, പുള്ളി വർക്ക് റേറ്റ് ഇടുന്ന പ്ലെയറൊക്കെ തന്നെയാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെ വെച്ചിട്ട് ഈ സിസ്റ്റം ഓടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ കൂടെ ഭയങ്കരമായിട്ട് റൺ ത്രൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കളിയിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലെന്നെങ്കിലും, കാര്യം മാർക്കസ് തവർണിയറിനെ അവർ ഈ ടൈലർ ആഡംസിൻ്റെ കൂടെ ഇറക്കിയത്. പക്ഷേ ടൈലർ ആഡംസ് കുറച്ച് കഴിഞ്ഞിട്ട് സ്കോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അവരുടെ മിഡിലും ഇതേ പ്രശ്നമുണ്ട്. കാര്യം ടവർണിയറിനെ ആ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തത് മണ്ടത്തരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതേപടിയാണ് ഇപ്പുറത്തും ഒരു വീക്ക് ലിങ്ക് ബ്രൂണോയും കസമിറോ കളിക്കുമ്പോൾ ഉണ്ട്, ഇല്ലാതൊന്നുമില്ല. പക്ഷേ ദ വേ വി സ്റ്റാർട്ടഡ് ദ ഗെയിം, ആദ്യത്തെ 30 മിനിറ്റ് നമ്മൾ അവരെ ശ്വാസം വിടാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്നു. ഫസ്റ്റ് ബോൾ പോയാൽ തന്നെ എല്ലാവരും മറ്റേ ഒരു ഹങ്കർ കണ്ടു. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും 28ാം മിനിറ്റിൽ ഞാൻ പറഞ്ഞു, ഇതുവരെ ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഇതായിരുന്നു എന്ന് പറഞ്ഞ് ജിങ്സ് ആയെന്ന് തന്നെ പറയാം. അതിനുശേഷം എന്തൊക്കെയോ സംഭവിച്ചു. അവരുടെ ആദ്യത്തെ പ്രോപ്പർ ഷോട്ട് എടുത്തു, അത് സെമന്യോ ഗോൾ. പിന്നെ ദാരശീലരാണല്ലോ നമ്മൾ. സെമന്യോ കഴിഞ്ഞ 7 കളിയായിട്ട് ഗോളോ അസിസ്റ്റോ ഒന്നുമില്ല. ഒരു ഡ്രോട്ടിൽ കൂടെ പൊക്കൊണ്ടിരുന്ന സെമന്യോയ്ക്ക് ഒരു ഗോള്. ഇവാനിൽസൺ 16 കളിയിൽ നിന്ന് ഒരു ഗോളം കണ്ട് അടിച്ചിട്ടുള്ള സ്ട്രൈക്കറാണ്, അവനൊരു ഗോള്. എല്ലാം കൊടുത്തു നമ്മൾ. പിന്നെ ടവർണിയറിൻ്റെ വക ഒരു ഫ്രീ കിക്ക്. എന്താ പറയുക, ഫസ്റ്റ് 30 മിനിറ്റ്സ് വാസ് സോ ഗുഡ്. നല്ല ഇൻറ്റൻസിറ്റി തന്നെയാണ് കളിച്ചത്. എവിടെ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ലൂക്ക് ഷോ മിസ്റ്റേക്ക് വരുത്തിയിട്ട് തിരിച്ചു പോകാത്ത സമയത്ത് അവിടെ മൗണ്ട് ബ്രൂണോയും പറയുന്നുണ്ട് ഹെവൻ്റെ അടുത്ത് ഇപ്പുറത്തോട്ട് വരാം. കാര്യം ഹെവൻ എന്ന് പറയുന്ന പ്ലെയർ, ഹീസ് ഇൻഎക്സ്പീരിയൻസ്ഡ്. അവിടെയാണ് ഞാൻ പറയാൻ വന്ന പോയിന്റ്. ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാം. ഹെവൻ ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. ഹെവൻ ആ സമയത്ത് ഓൾറെഡി യൂറോ അവിടെ ഉണ്ട്. യൂറോ നോക്കുന്ന ആളുടെ അടുത്തോട്ട് തന്നെയാണ് ഹെവൻ പോകുന്നത്. ഹെവൻ അപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമന്യോനെ ക്ലോസ് ചെയ്യണം. ബ്രൂണോയും മൗണ്ടും കാണിക്കുന്നുണ്ട് കയറി വാന്നുള്ള രീതിയിൽ. പക്ഷേ ഹെവൻ്റെ ഡിസിഷൻ മേക്കിംഗ് ശരിയായില്ല. അവിടെ ഒരു ഈസി ഷോട്ടല്ല, പക്ഷേ ഒരു ഓൾമോസ്റ്റ് ടൈറ്റ് ആംഗിളിൽ നിന്ന് തന്നെ സെമന്യോ ഫിനിഷ് ചെയ്തു. ലെമൻസിന് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. മൈറ്റ് ഹാവ് ഡൺ ബെറ്റർ എന്ന് പറയാം. പക്ഷേ അതൊരു വെൽ പ്ലേസ്ഡ് ഗോളായിരുന്നു. അപ്പം തന്നെ എനിക്ക് ഫ്രസ്ട്രേറ്റഡ് ആയി. കാര്യം അവർ ഒന്നും ചെയ്തിട്ടില്ല കളിയിൽ അതുവരെ, സീരിയസ്ലി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ആകെ വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലോസ് റേഞ്ചിൽ ലെമൻസിൻ്റെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതല്ലാത്ത പക്ഷേ അവരൊന്നും ചെയ്തിട്ടില്ല ഫസ്റ്റ് ഹാഫിൽ. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു. ബ്രൂണോ കസമീറോ വീണ്ടും ഒരു കോർണർ കോംബോയിൽ ഗോൾ വരുന്നു. അത് പെട്രോവിച്ചിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ലാതൊന്നുമില്ല. ഒരു കാര്യം എടുത്തു പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രൂണോ ഫെർണാണ്ടസിനെ ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ ബ്രൂണോയുടെ ഫ്രീക്കുകളെയും കോർണറിനെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്.
അത് എന്നെ കൊണ്ട് തിരുത്തി പറയിച്ചത് ബ്രൂണോ തന്നെയാണ്. ബ്രൂണോയുടെ കോർണേഴ്സ് ഒരു രക്ഷയില്ല, നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ കിക്സും ഒരു രക്ഷയില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഓവറോൾ ബ്രൂണോയുടെ സെറ്റ് പീസസ് ബെറ്ററായി എന്ന് തന്നെ പറയാം. അതും ഒരു പോസിറ്റീവാണ് നോക്കുമ്പോഴത്തേക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ഈ ഹെവൻ്റെ കാര്യം പറഞ്ഞ പോലെ അമോറിമിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമോറിമിൻ്റെ സ്ക്വാഡിലുള്ള അമോറിമിൻ്റെ ഒരു 11 ഉണ്ട്. ആ 11നെ അല്ലാതെ അമോറിം അധികം കളിപ്പിക്കത്തില്ല. ഇത് എവിടെ പ്രശ്നം വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, വൈകാതെ തന്നെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഹെവൻ ഒരു എക്സാമ്പിളായിട്ട് എടുത്തെന്ന് വെച്ചു. ഹെവൻ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോഴാണൊന്ന് ഗെയിം സ്പീഡിലോട്ട് കയറിയതുമില്ല. ഇപ്പോൾ യോറോ ആയിക്കോട്ടെ, ഇവരൊക്കെ ഇടയ്ക്ക് ബെഞ്ചിൽ പോകും. ഹെവനൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ആക്ച്വലി കഴിഞ്ഞ 2-3 കളിയേ ഇറങ്ങിയിട്ടുള്ളൂ. ഈ ലിസാൻഡ്രോ മാർട്ടിനസിനെ കളി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. ഭയങ്കര റസ്റ്റിയാണ്. ഇപ്പോൾ 4th ഗോളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലിസാൻഡ്രോ കൂടെ അവിടെ ബെറ്റർ ദർ എന്ന് എനിക്ക് തോന്നി. എല്ലാവരും ഈ ലിസാൻഡ്രോ തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണെങ്കിലും ആവശ്യത്തിലാണെങ്കിലും ലിസാൻഡ്രോയുടെ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഗെയിം ടൈം കിട്ടാത്തടത്തോളം പ്രീ സീസണൊക്കെ കളിക്കുന്ന എന്തിനാണ് നമ്മൾ ഗെയിം ടൈം കിട്ടി മാച്ച് ഫിറ്റായിട്ട് നമ്മൾ വരാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിസാൻഡ്രോ മാർട്ടിനസ് മാച്ച് ഫിറ്റ് അല്ല. മാച്ച് ഫിറ്റ് ഇൻ ദ സെൻസ് അവൻ ഒരുപാട് ഇപ്പോൾ വൂൾസിൻ്റെ കൂടെ 4 ഗോളൊക്കെ അടിച്ചിരിക്കുമ്പോൾ കുറച്ചുകൂടെ മിനിറ്റ്സ് കൊടുക്കണമായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഞാൻ ഇവിടുന്ന് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ലിസാൻഡ്രോ എന്ന് പറയുന്ന ഒരാൾ ഒബ്വിയസ്ലി എൻ്റെ ടീമിൽ ഞാനാണ് പറയുമ്പോൾ ഞാൻ ആലോചിക്കും മസുറായി പോവും ആഫ്കോണിന്. അപ്പം എനിക്ക് എന്തായാലും അമാളും കൂടെ പോകുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് അപ്പുറത്ത് ഡാലോനെ കളിപ്പിക്കാനുള്ളൂ, ലെഫ്റ്റ് വിങ് ഡോർഗുനെ കളിപ്പിക്കാനുള്ളൂ. ഇനി ഡോർഗുനെ എനിക്ക് വേണമെങ്കിൽ ലൂക്ഷോനെ എനിക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ലെഫ്റ്റ് വിങ് ബാക്കായിട്ട്. അപ്പോഴത്തേക്ക് എനിക്കൊരു CB ലെഫ്റ്റ് സൈഡ് CB വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർട്ടിനസ് ആണ്. മാർട്ടിനസ് ഐ അഗ്രി ദാറ്റ് ഹീസ് കമ്മിങ് ബാക്ക് ഫ്രം ഇഞ്ചുറി. അപ്പം ബട്ട് ഹീ ഷുഡ് സ്റ്റാർട്ട് പ്ലേയിങ്. കുറച്ചുകൂടെ ഗെയിംസ് പ്ലേ ചെയ്യുന്നത് അവൻ ചെയ്യണം. സെയിം വേ വിത്ത് മെയിനു എന്ന് പറയുന്നത് നിങ്ങൾ ഇനിയും കാണാൻ പോകുന്നതേ ഉള്ളൂ. അടുത്ത കളി കസമീറോ എല്ലോ മേടിച്ച് പോയി. അതാണ് എല്ലോ മേടിച്ചത് ഒരു ഗുണം ഉണ്ടായില്ല. അത് തന്നെ വേറെ ഫ്രീ കിക്ക് ഗോൾ അടിച്ചു. പക്ഷേ കസമീറോ പോയതോടുകൂടി എന്തായാലും മെയിനും മിക്കവാറും അടുത്ത കളി സ്റ്റാർട്ട് ചെയ്യും. എന്താ പ്രശ്നം വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപടി തന്നെ റസ്റ്റിയാണ്. ഗെയിം ടൈം കിട്ടാതെ ഇവരെല്ലാം റസ്റ്റിയാണ്. ഇനിയിപ്പോൾ അമോറിം ആരെയാണ് ബെഞ്ചിൽ നിന്ന് എടുക്കാൻ നോക്കുന്നതെങ്കിൽ ഇപ്പോൾ അമാദ് എംബൂമയും മസുറായും ഒക്കെ പോകും. അപ്പോഴത്തേക്ക് എന്തായാലും സിർക്സി ഷുഡ് പ്ലേ ഹിസ് പാർട്ട്. ഇങ്ങനെ ഈ ബെഞ്ചിൽ നിന്ന് വരുന്ന ഒരുപാട് ലിസാൻഡ്രോ മാർട്ടിനസ് എല്ലാവർക്കും ഇനി കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ് റോള് ടീമിൽ വരും. പക്ഷേ മെയിനു ഒക്കെ. പക്ഷേ എന്താ സീൻ എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ആർക്കും ഒരു ഗെയിമിൻ്റെ ആ പേസിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാരണം ഇറ്റ് വിൽ കോസ്റ്റ് മോർ. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, വി ഷുഡ് നോട്ട് എക്സ്പെക്ട് എ ക്ലീൻ ഷീറ്റ് ആസ് ലോങ് ആസ് ഡിലിറ്റ് ആൻഡ് മഗ്വർ കംസ് എന്ന് ഞാൻ പറയുള്ളൂ. കാര്യം സീ ദ എക്സാമ്പിൾ ഓഫ് ആഴ്സണലിന് ഗബ്രിയലിന് ഇഞ്ചുറിക്ക് ശേഷം എത്ര ക്ലീൻ ഷീറ്റ് കിട്ടിയെന്ന് നോക്കിയാൽ മതി. പ്ലസ് ഇപ്പോൾ സലീബ ഇഞ്ചേർഡാണ്. അപ്പം അവരിപ്പോൾ ക്ലീൻ ഷീറ്റ്സേ എടുക്കുന്നില്ല. ബെസ്റ്റ് ഡിഫൻസ് ഇൻ യൂറോപ്പാണ്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ ക്ലീൻ ഷീറ്റ്സ് കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ്. അതായത് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു പാർട്ട്ണർഷിപ്പാണ്, ഒരു ചെയിൻ പോലെയാണ്. അതിലത്തെ ഒരു കണ്ണി വിട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം ചെയിൻ പൊട്ടും. സോ നമ്മളെ പിടിച്ചിരുത്തിക്കൊണ്ടിരുന്നത് ഈസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ഈസ് ഡിലിറ്റ്. നമ്മുടെ സെൻട്രൽ ഡിഫൻഡറായിട്ട് കളിക്കുന്നത് ഒരു വലിയ ഫാക്ടറാണ്. പ്ലസ് മഗ്വറും കൊണ്ട് ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് മോശമില്ലാത്ത രീതിയിൽ നമ്മൾ ഒന്ന് ക്ലിക്കായി പോയതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഡിലിറ്റ് കളിച്ചുകൊണ്ടിരുന്ന പൊസിഷനിൽ ഹെവൻ കളിക്കുന്നത് ഇസ് നോട്ട് മാച്ചബിൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെവൻ എന്ന് പറയുന്നത് അവൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. കൊച്ചാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അധികം ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഡിലിറ്റ് വരാത്തടത്തോളം എനിക്ക് തോന്നുന്നില്ല, ഡിലിറ്റോ മഗ്വറോ ആരെങ്കിലും ഒരു എക്സ്പീരിയൻസ്ഡ് ആൾ വരാത്തടത്തോളം നമ്മളൊരിക്കലും ഒരു ക്ലീൻ ഷീറ്റ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. അത് തന്നെ തെറ്റാണ്. ഇപ്പോൾ ഇപ്പുറത്ത് നല്ലപോലെ ഗോൾ അടിക്കുന്നുണ്ട്, ഇപ്പുറത്ത് നല്ലപോലെ കൺസീഡ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഈ ഡിഫൻസ് പാർട്ട്ണർഷിപ്പും പ്ലസ് നമ്മുടെ ഡബിൾ പിവട്ടുമാണ്. ബാക്കി വിങ് ബാക്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, അമാദ് ഡിഡ് ഓക്കെ ടുഡേ. ഡാലോനെ എനിക്ക് കുറ്റമൊന്നും പറയാൻ തോന്നുന്നില്ല. ഡാലോ വാസ് പ്ലേയിങ് ഗുഡ് ഫോർ ലാസ്റ്റ് 2-3 ഗെയിംസ് ഞാൻ പറയും. പിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഡാലോനെ വിൻ്ററിൽ ഫോഴ്സ് ഔട്ട് ചെയ്യാൻ ഫാൻസ് നോക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ചിലപ്പം ഇറ്റ് മൈറ്റ് ബി എ കോൺട്രവേഴ്ഷ്യൽ ടേക്ക്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വൈ ആർ യു ഫോഴ്സിങ് എ പ്ലെയർ ഹൂ ഈസ് അവൈലബിൾ ഫോർ യു ഇൻ എനി മാച്ച്? ഇനിയും വരാൻ പോകുന്ന മാച്ചസിലൊക്കെ ഡാലോയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ബ്രൂണോ ഡാലോ എന്നൊക്കെ പറയുന്നത് എല്ലാ കളിയും കൃത്യമായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്, അവൈലബിൾ ആണ് അറ്റ്ലീസ്റ്റ് സെലക്ഷന് വേണ്ടി. ഇപ്പോൾ ഡിലിറ്റിനെയൊക്കെ എല്ലാവരും തലകയറ്റി വെച്ച് ഡിലിറ്റ് എന്തുകൊണ്ടാണ് ടോപ്പ് സെൻറ്റർ ബാക്ക് ഇൻ യൂറോപ്പ് ആവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിലിറ്റ് കളിക്കണ്ടേ? ഡിലിറ്റിന് ഈ ഇഞ്ചുറി ഇഷ്യൂസ് എന്നോട്ട് തുടങ്ങിയാണ്. യുവൻറ്റസ് ബയേൺ തൊട്ട് ഡിലിറ്റിന് ഇഷ്യൂസ് ഉണ്ട്. സോ റാദർ ദാൻ സെല്ലിങ് ഓർ ഫോഴ്സിങ് ഔട്ട് സമ്മൺ ഹു ഈസ് അവൈലബിൾ. ഇപ്പം നിങ്ങൾ ഫിഫ മാനേജർ മോഡ് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരേ ട്രാൻസ്ഫർ വിൻഡോയിൽ ഡലോനെയും ഷോയിനെയും എല്ലാവരെയും വിറ്റിട്ട് വേറെ 10 പേരെ മേടിക്കാൻ പറ്റും. പക്ഷേ ഇതല്ല, ഇത് കുറച്ചുകൂടെ റിയാലിറ്റിയാണ്. റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കായിക്കൊന്നുമില്ല കുറച്ചൊക്കെ, പക്ഷേ എന്ന് വെച്ചാൽ നടത്തത്തില്ല. നമുക്കറിയാവുന്നതാണ് നമ്മുടെ ക്ലബിനെ. അല്ലെങ്കിൽ ഈ 3-4-3 കളിക്കുന്ന മാനേജറിന് വേണ്ടുള്ള പ്ലെയേഴ്സിനെ മേടിച്ചു കൊടുക്കേണ്ട സമയമായിരുന്നല്ലോ.
ഈ സമ്മറിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും പറഞ്ഞിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാതിരിക്കുന്ന മിഡ്ഫീൽഡും വിങ് ബാക്ക് പൊസിഷൻസൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം ഇത് റിയാലിറ്റിയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡലോനെയൊക്കെ എന്തിനാണ് ഫോഴ്സ് ഔട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഡിലിറ്റും എല്ലാവരും ഇൻജോർഡായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഓരോ ഓഫ് ഗെയിംസും ഉണ്ടാവും, നമ്മൾ കൺസീഡും ചെയ്യും, എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കളികളിലൊക്കെ വരുമ്പോഴേക്കാണ്, അല്ലെങ്കിൽ ഈ ഡിലിറ്റിൻ്റെ അഭാവം കൃത്യമായിട്ട് മനസ്സിലാവുന്നു. ഡിലീറ്റ് വേണം, ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് വരണം. ഡിലീറ്റിന് ആ കേപ്പബിലിറ്റി ഇല്ല, ആ ഒരു എബിലിറ്റി ഇല്ല ഫിറ്റായിട്ടിരിക്കുക എന്നുള്ളത്. മഗ്വയർ വാസ് സോ ഫിനോമിനൽ ടിൽ ലാസ്റ്റ് ടു ഇയേഴ്സ് ആക്ച്വലി. അതുവരെ മഗ്വയർ ഓൾമോസ്റ്റ് എല്ലാ കളിയും കളിക്കും. ബ്രൂണോ പോലെ ഉള്ള ഒരാളായിരുന്നു മഗ്വയർ. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഒരു ലാസ്റ്റ് 2 years ആയിട്ട് ഫുൾ ഇഞ്ചുറി പ്രോണാണ്. നമ്മുടെ കയ്യിൽ ഫുൾ ഇഞ്ചുറി പ്രോണായിട്ടുള്ള ഡിഫൻസാണ് ഉള്ളത് ഇപ്പം. അതിലാകെ ഈ ഹെവനും യോറോ ഇഞ്ചുറി പ്രോണാണ്, മസുറായി അതെ. നമ്മളാകെ ഈ ഹെവനും ആക്ച്വലി ഇഞ്ചുറി പ്രോണാണ്. ആലോചിച്ച് നോക്കിയാൽ ലൂക്ക് ഷോ സർപ്രൈസിംഗ്ലി ഇഞ്ചുറി പ്രോണായിട്ടുള്ള ലൂക്ക് ഷോ ഈ സീസണിലെല്ലാം കളിയും ഫിറ്റായിട്ട് കളിച്ചിട്ടുണ്ട്. എനിക്ക് ആ ബാക്ക് ലൈനിൽ നോക്കുമ്പോഴത്തേക്കും ആരാണ് ഇഞ്ചുവേർഡ് അല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒൺലി വൺ ആൻസർ ഈസ് ഡാലോ. വേറെ ആരും ഇഞ്ചുവേർഡ് അല്ലാത്തില്ല. അപ്പം ഇത് വലിയ നീ എന്തിനാണ് ഇത് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാലോനെ ഒന്നും ഫോഴ്സ് ഔട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആരെ കൊണ്ടുവരാനാണ്? ഡാലോനെ ഒന്നും ഫോഴ്സ് ഔട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഡാലോ എന്ന് പറയുന്നത് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അയാളെ ഈ ഏരിയയിലൊന്നും ഫോഴ്സ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മേ ബി സമ്മറിൽ കുറച്ചുകൂടെ ബിഗർ ഇൻവെസ്റ്റ്മെൻറ്റ്സോ ബിഗർ ഇതും വരുമ്പോഴത്തേക്കും ഓക്കെ ഫൈൻ. പക്ഷേ വിൻ്ററിൽ ഡാലോനെ കളയണം മറ്റാണ്. നമുക്കെല്ലാവർക്കും ഈ കണ്ട മുഖങ്ങൾ മടുത്തതുകൊണ്ട് പറയുന്നതാണ് വേറെ വാങ്ങിച്ചുകൊണ്ട് വരാൻ. അതൊന്നും നടക്കത്തൊന്നുമില്ല. കളിയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ കളി ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞ പോലെ 30 minutes ഒരു രക്ഷയില്ലാതെ ആ ഹങ്കറി കളിച്ചു. പിന്നെ എന്തൊക്കെയോ ജഗബഗയായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് പക്ഷേ ഗോളടിച്ച് തിരിച്ചു വരാനുള്ള ഇൻറ്റൻറ്റ് കാണിച്ചു. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ നമ്മുടെ സാധാരണ സ്ഥിരം പല്ലവി ആദ്യത്തെ ഒരു 10 minute നമ്മൾ സ്വിച്ച് ഓഫ് ആയി. ആ സമയം കൊണ്ട് അവർ 2 ഗോളും കൂടെ അടിച്ച് 3-2 ആയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി ലൈക്ക് എൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായി, യെസ് വിൽ സ്കോർ മോർ. ആൻഡ് ഗുഡ് പാർട്ട് ഈസ് ദാറ്റ് സെസ്കോ ഇസ് ബാക്ക്. സെസ്കോ വന്നിട്ട് സെസ്കോ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടു. അപ്പോൾ അതിലൊരു ഗോൾ കിട്ടി. കുഞ്ഞി ഒരു ഗോൾ അടിച്ചു. കുഞ്ഞി പ്ലേഡ് ഡീസൻറ്റ് ടുഡേ. ആകെ എംബോമോ ആണ് എനിക്ക് കുറച്ച് ആ ഫ്രണ്ട് ലൈനിൽ ഓഫായിട്ട് വന്നത്. മൗണ്ട് വാസ് ഗുഡ് ടിൽ ദാറ്റ് 30 minutes എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ കസമീറോ ഓഫ് കോഴ്സ് ഗോൾ അടിച്ചു, പക്ഷേ യെല്ലോ മേടിച്ചു, അടുത്ത കളിയിലില്ല. അറിയില്ല മെയിനും എങ്ങനെ ഫിറ്റിൻ ചെയ്യുന്നു. മെയിൻ വന്നതിന് ശേഷം എന്ന് വെച്ചാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ കുറച്ചുകൂടെ സ്ലിക്ക് പാസസ് ഒക്കെ കളിച്ച് അടിപൊളിയായിട്ട് കുറച്ച് ഫ്ലെയർ ഗെയിം കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ മെയിൻ ബോൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം എഫേർട്ട് ഇട്ട് ബാക്കിലോട്ട് പോകുന്നുള്ള കാര്യത്തിന് എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. സോ ക്ലിയർലി ഒരു ലൈക്ക് ടു ലൈക്ക് റിപ്ലേസ്മെൻ്റ് ഒന്നുമല്ല മെയിനും. എനിക്കറിയില്ല, ചിലപ്പോൾ അയാൾ ഉഗാർത്തേനെ സ്റ്റാർട്ട് ചെയ്തെന്നിരിക്കും, ഉഗാർത്തെ ഫിറ്റ് ആൻഡ് അവൈലബിൾ ആണെങ്കിൽ. പക്ഷേ പിന്നെ ബ്രൂണോടെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫ്രീ കിക്ക് ഗോളായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ബാക്കി എന്താ പറയുക, ഫസ്റ്റ് ഹാഫിൽ ബ്രൂണോ സോ ഗുഡ്. സെക്കൻഡ് ഹാഫിൽ ബിറ്റ്സ് ആൻഡ് മൊമെൻറ്റ്സ് ഡിഫെൻസീവ്ലി നോക്കുകയാണെങ്കിൽ അത്ര എഫിഷ്യൻ്റ് അല്ലെങ്കിലും ഒഫെൻസീവ്ലി ഹീ സ്റ്റിൽ ദാറ്റ്. പിന്നെ അമാദ് പ്ലേഡ് വെൽ. ബാക്ക് ലൈനിൽ എനിക്കിന്ന് അത്ര എടുത്ത് പറയത്തക്കവണ്ണ ആരും, യോറോ വാസ് ഡീസൻറ്റ്, പക്ഷേ സ്റ്റിൽ ഞാൻ പറയല്ലേ, വി കൺസിഡർ 4 goals. സെന്നെ ലാമൻസിന് 4 ഗോളിൽ ഏതെങ്കിലും ഒന്നിന് എന്തെങ്കിലും ചെയ്യാമെന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അതെല്ലാം ഞാൻ പറഞ്ഞേനെ. ബട്ട് ലാസ്റ്റ് 2 ക്ലോസ് റേഞ്ച് സേവ്, നമ്മുടെ ഹോം റെക്കോർഡ്, അതായത് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ലീഡ് ചെയ്ത് നിൽക്കുമ്പം ഒരിക്കലും പ്രീമിയർ ലീഗ് തോറ്റിട്ടില്ല എന്നുള്ള റെക്കോർഡ്, 380 കളികളെങ്ങാണ്ടുള്ള റെക്കോർഡ് ഇൻടാക്റ്റാണ്. അത് സേവ് ചെയ്തത് ലാമൻസാണ്. ലാസ്റ്റ് 2 ക്രൂഷ്യൽ സേവ്സ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ അകത്ത് കയറിയെന്ന് തന്നെ വിചാരിച്ചാണ്. സ്റ്റോപ്പേജ് ടൈമിലൊക്കെ നമ്മൾ വളരെ അലമ്പായിരുന്നു. ബ്രൂണോയൊക്കെ ഒരെണ്ണം എടുത്ത് ചുമ്മാ ഒരു ലാസ്റ്റ് മിനിറ്റ് ചാൻസ് ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് ചുമ്മാ അങ്ങ് അടിച്ചങ്ങ് വിടുകയാണ്. ഡിസിപ്ലിൻ കുറവാണ് ബ്രൂണോയ്ക്ക്, അതാണ് ഇഷ്യൂ. ഇപ്പം സെന്നെ ലാമൻസിനെ കുറിച്ച് എനിക്ക് ലൈക്ക് ലാസ്റ്റ് ഒരു 2-3-4 മിനിറ്റിന് മുന്നേ ഉണ്ടായിരുന്ന സാധനം എല്ലാം മാറി. 2 അടിപൊളി സേവ് നടത്തി ഒരു പോയിന്റ് സാൽവേജ് ചെയ്തു. പക്ഷേ അത് പറയാനാണ് ഏറ്റവും ദേഷ്യം. ഈ കളി നമ്മൾ ജയിക്കേണ്ട കളിയാണ്, നമ്മൾ നന്നായിട്ട് കളിച്ചാണ്. അവർക്ക് ആ 4 ചാൻസും പിന്നെ ലാമൻസിൻ്റെ 3 സേവും ഒഴിച്ചു നിർത്തിയാൽ നമ്മൾ അതിനേക്കാളും അതിൻ്റെ ഇരട്ടി ചാൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതൊക്കെയാണ് എനിക്ക് കളിയെ പറ്റി തോന്നുന്നത്. ഐ ആം വെറീഡ് അബൌട്ട് വില്ലയിൽ നമ്മുടെ 3 പ്ലെയേഴ്സും പോയി, അതിൻ്റെ കൂടെ കസമീറോ ഇല്ല. ഹൊറർ ഷോ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ചിലർ പറയുന്നു വില്ലയിൽ പോയി നമ്മൾ ജയിക്കാൻ സാധ്യതയുണ്ടോ, എനിക്കറിയില്ല. പക്ഷേ ലെറ്റ് സി. പ്രശ്നങ്ങളെല്ലാം അതേപടി തന്നെ ഉണ്ട്, ഒരു മാറ്റമില്ല. കുറച്ച് ഗോൾ അടിക്കുന്നുണ്ട് എന്നുള്ളൊരു മാറ്റം എടുത്തു കഴിഞ്ഞാൽ അമോറിം നീഡ്സ് ടു റീവർക്ക്, അത്ര എനിക്ക് പറയുള്ളൂ. ഇതിൽ സിമിലർ സ്റ്റോറീസ് ഐ എം സേയിങ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. അമോറിം നീഡ്സ് ടു റീവർക്ക്. ഐ എം സ്റ്റിൽ നോട്ട് കൺവിൻസ്ഡ് അബൌട്ട് അമോറിം. നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, കൺവിൻസ്ഡ് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ തോട്ട്സ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ